നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എൻട്രിക്കിനെ അപമാനിക്കുന്ന തരത്തിലൊരു ഇൻ്റർവ്യൂവിൽ കാസമിറോ സംസാരിച്ചത് വലിയ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ. ബ്രസീലിൽ സ്വാഭാവികമായിട്ടും അതൊക്കെ വലിയ ചർച്ചയാകും. അപ്പോൾ ബ്രസീലിൻ്റെ ഒരു മുൻ താരം തന്നെ പറഞ്ഞു, ഇവനൊക്കെ എന്ത് ക്യാപ്റ്റനാണ്, ഒരു കളിക്കാരനെ കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്ന് തുറന്നടിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇന്നലെ വേൾഡ് കപ്പ് ക്യാമ്പിനിടയ്ക്ക് മാധ്യമങ്ങളെ കണ്ട താരങ്ങളിൽ ഒരാൾ കാസമിറോയാണ്. സ്വാഭാവികമായിട്ടും കാസമിറോയുടെ മാധ്യമങ്ങൾ അന്ന് എൻട്രിക്കിനെ കുറിച്ച് പറഞ്ഞതിന് എടുത്തു ചോദിച്ചു, എന്താണ് സംഭവം, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ളൊരു കാരണം. അതായത് അന്ന് അദ്ദേഹം എൻട്രിക്കിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു ധ്വനി എന്ന് പറഞ്ഞാൽ, എൻട്രിക്ക് ബ്രസീലിൻ്റെ സ്ക്വാഡിൻ്റെ അകത്തുള്ള ആളല്ല, ഔട്ട്സൈഡ് ദി ഗ്രൂപ്പാണ്, അന്നേരം മെയിൻ ടീമിലൊന്നും വരാൻ ഉള്ള ആളല്ല എന്ന തരത്തിലാണ് അന്ന് സംസാരിച്ചത്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, സത്യം പറഞ്ഞാൽ ഞാൻ ആ സംഭവത്തിന് ശേഷം വളരെ അപ്സെറ്റായിരുന്നു. ഞാൻ ശരിക്കും അന്ന് താരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഈ ചെറിയ പ്രായത്തിലെ വേൾഡ് കപ്പിൻ്റെ ഭാരം അവൻ്റെ മേലിടണ്ട എന്ന തരത്തിലാണ് ഞാനന്ന് സംസാരിച്ചത്. പക്ഷെ അതങ്ങനെയല്ല പിന്നെ എടുക്കപ്പെട്ടത്. എൻട്രിക്ക് തീർച്ചയായിട്ടും 3 or 4 വേൾഡ് കപ്പ് കളിക്കാനുള്ള നമ്മുടെ താരമാണവൻ. ഈ ഒരു വേൾഡ് കപ്പിലൊന്നും നിൽക്കില്ല. 3 or 4 വേൾഡ് കപ്പ് അവൻ കളിക്കും. അവനൊരു ഗ്രേറ്റ് പ്ലെയറാണ്. ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടീമിൻ്റെ മെയിൻ പ്ലെയർ അവനാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മറ്റു താരങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ടീമിൽ കാര്യങ്ങൾ ലീഡ് ചെയ്യാൻ വേറെ താരങ്ങളുണ്ട്. പിന്നെ റയാനും എൻട്രിക്കും ഒക്കെ പോലെയുള്ള താരങ്ങൾ വിത്തൗട്ട് പ്രഷർ കാര്യങ്ങൾ ചെയ്യണം, പുതുതായിട്ട് വരുന്നവർ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിനെ മറ്റൊരു തരത്തിൽ കാണുന്നതിൽ ഒരർത്ഥവുമില്ല. ഇപ്പോൾ അവൻ വേൾഡ് കപ്പിന് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനർത്ഥം അവൻ മികച്ച താരമാണ്, അവൻ ടീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണിപ്പോൾ കാസമിറോ ആ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. താൻ ഉദ്ദേശിച്ച രൂപത്തിലല്ല കാര്യങ്ങൾ വിലയിരുത്തപ്പെട്ടതെന്നാണ്. ഇനി അന്ന് എന്താണ് അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. അന്ന് അദ്ദേഹം TNT സ്പോർട്സിനോട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംസാരമൊക്കെ ഉണ്ടായത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, വേൾഡ് കപ്പിന് എൻട്രിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് വേണ്ടത്. ഇതുവരെ ടീമിൻ്റെ ഭാഗമായി അത്ര പ്രധാനപ്പെട്ട കളിക്കാരനായിട്ട് അവനെ കാണുന്നില്ല. അവൻ്റെ മേലെ പ്രഷർ ഇടേണ്ടതില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും, ബ്രസീലിലെ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ അവനാണ് എന്ന രൂപത്തിൽ കാണേണ്ടതില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം മറ്റ് മുന്നേറ്റ നിര താരങ്ങളുണ്ട്, അവർ കൂടുതൽ മികച്ച പ്രകടനം നടത്തണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രഷർ അവൻ്റെ മേലിടാൻ പറ്റില്ല. അവൻ എല്ലാ പ്രശ്നങ്ങളും, വേൾഡ് കപ്പിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് അന്ന് കാസമിറോ പറഞ്ഞത്. ഏതായാലും അത് വലിയ രൂപത്തിൽ തെറ്റിദ്ധാരണാജനകമായ രൂപത്തിൽ വാർത്തയൊക്കെ ആയിട്ട് വന്നു. ഇപ്പോൾ കാസമിറോ അത് ക്ലിയർ ചെയ്യുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൻ്റെ എത്താം.